ഹലോ, മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഇത് ഇങ്ങനെ കാണിക്കുന്നതെന്ന് അല്ലേ? ഈ മിക്സിയുടെ ജാറ് നമ്മൾ എല്ലാവരും പല രീതിയിൽ മാവ് പൊങ്ങാൻ വെക്കുന്നുണ്ടാവും. ഓവനിൽ വെച്ച് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. ഞാൻ കുറച്ച് നാളായിട്ട് ഈ മിക്സിയുടെ ജാറിൽ തന്നെ അടച്ചു വെച്ചിട്ട് വൈകുന്നേരം അരച്ചിട്ട് അതിൽ തന്നെ വെച്ചിട്ട് പിറ്റേ ദിവസം നോക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങി കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്താണ്. അപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ സൈഡിൽ തന്നെ നമ്മൾ ചായ വെച്ചു. ചായക്കുള്ള പാലും വെള്ളവും കൂടെ കൂടി ചായപ്പൊടിയെല്ലാം അതിൽ തന്നെ ഇട്ട് അത് ഒരു സ്റ്റൗവിൽ വെച്ചു. ഇപ്പുറം നമ്മൾ ദോശ പരത്തി തുടങ്ങി. നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടായിരുന്നേ, നല്ല ദോശയായിരുന്നു. പിന്നെ അതിൻ്റെ ദോശയുടെ ആ പൊടിയില്ലേ, നല്ല ടേസ്റ്റാണ്. എനിക്കത് ഇട്ടിട്ട് നല്ല ഇഷ്ടമാണ്. അത് ഇട്ടിട്ട് കുറച്ച് എണ്ണയും കൂടെ മുകളിലിട്ട് കഴിഞ്ഞാൽ നല്ല ഒരു ടേസ്റ്റ് കിട്ടും. മറ്റേ പോലെ നമ്മൾ എണ്ണ ഒഴിച്ച് അതിലിങ്ങനെ കളിച്ച് അതിൽ മുക്കി കഴിക്കുന്നതിനേക്കാളും ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് തോന്നിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സൈഡിൽ കൂടെ ദോശയെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് ചായ തിളച്ച് ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 1-2 ദോശ ഉണ്ടാക്കി. ജസ്റ്റ് ഇപ്പോൾ കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് അങ്ങനെ ദോശ ഉണ്ടാക്കി. ഇടയ്ക്ക് ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള ദോശ ഉണ്ടാക്കുന്നുണ്ട്. ഫുൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ബോറായി പോകുമല്ലോ. അതുകൊണ്ട് കുറച്ച് ദോശ പ്ലെയിൻ ആയിട്ടും ഉണ്ടാക്കുന്നുണ്ട്. ദോശയ്ക്ക് ഇപ്പോൾ കറിയായിട്ട് തലേദിവസം ഉണ്ടാക്കിയ കായയും പരിപ്പും വെച്ചിട്ട് ഒരു ചാറുകറി ഉണ്ടാക്കത്തില്ലേ, നല്ല കുറുകിയ നല്ല സാമ്പാറിനേക്കാളൊക്കെ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറി തലേദിവസം ഉണ്ടാക്കിയതുണ്ടായിരുന്നേ. അതുകൊണ്ട് നമ്മൾ പിന്നെ വേറെ കറിയൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല. പെട്ടെന്ന് കാലത്ത് വന്ന് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നപ്പോൾ നല്ല വിശപ്പായിരുന്നു. അപ്പോൾ ദോശ ഉണ്ടാക്കി, അതിൻ്റെ കൂടെ ഈ കറി ഉണ്ടായിരുന്നു. പിന്നെ മുട്ടയില്ലാത്ത ഒരു പരിപാടി ഇല്ലല്ലോ കാലത്ത്. ഒന്നെങ്കിൽ മുട്ട പുഴുങ്ങിയതോ അല്ലെങ്കിൽ ഓംപ്ലേറ്റോ അല്ലെങ്കിൽ ഇതുപോലെ ബുൾസയൊക്കെ ആക്കി പെട്ടെന്ന് അതിൽ കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ട് കഴിഞ്ഞാൽ സംഭവം റെഡി. അപ്പോഴത്തേക്കും നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ സീ യു. ബൈ ബൈ.